ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിത് അസമിലുള്ള ശിവസാഗർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ നിന്നും അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മൾ ദിമാപൂരിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. നമുക്ക് പോകേണ്ട ട്രെയിൻ രംഗിയ എക്സ്പ്രസ് വന്നിട്ടുണ്ട്. നമ്മൾ കൃത്യ ടൈമിൽ തന്നെ ഇതിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളിതിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു യാത്ര എങ്ങനെയുണ്ട്? നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മൾ കേരളം കാണുന്നത് പോലെ തന്നെ തോന്നുന്നില്ലേ? അതേപോലെ തന്നെ പച്ചപ്പും തെങ്ങും കഴുങ്ങും. പക്ഷേ വീടുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം കുറച്ചുകൂടി ചെറിയ വീടുകളാണ് ഇവിടെ അധികവും ഉള്ളത്. ഒരു 10-15 വർഷം പുറകോട്ടുള്ള കേരളത്തിലുള്ള വീടുകളൊക്കെ തോന്നും ഈ ഒരു കുഞ്ഞു ഇങ്ങനെയുള്ള വീടുകളൊക്കെ കാണുമ്പോൾ. അതുപോലെ തന്നെ മതിൽ കെട്ടുന്നതിനും ഇവർ കാണുന്നില്ലേ, നമ്മൾ പഴയ രീതിയിലാണ് ഇവർ മുള കൊണ്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള മരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെറിയ പീസുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ മതിൽ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ കൂടുതൽ ഇങ്ങനെ വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അധിക സ്ഥലത്തും ഇവിടെ. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മുടെ കൂടെയുള്ളതാ 2 അമ്മമ്മമാരാണ്. ഇവർ നാഗാലാൻഡിലേക്ക് തന്നെ പോവുകയാണ്. നമ്മൾ കയറിയ സെയിം സ്റ്റേഷനിൽ തന്നെയായിരുന്നു ഇവരും കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സിംലാഗുരി എന്ന് പറയുന്ന സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു യാത്രയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നാഗാകളുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ അതൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവിടെയുള്ള ഒരുപാട് ട്രൈബുകളുടെ ഒരു വലിയ ഫെസ്റ്റ്, എന്താ പറയുക, ഉത്സവങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കാൻ വേണ്ടി പോവാണ്. 1 to 10 കൊഹിമയിലുള്ള ഒരു കിസാമ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് അത് നടക്കാൻ വേണ്ടി പോകുക. അവിടെ ഒരു ട്രൈബ് വില്ലേജ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ കിസാമ കോഹിമ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ, അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ഭക്ഷണം, അതൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതൊക്കെയാണ് ഈ ഒരു യാത്രയിൽ നമുക്ക് അതുപോലെ തുടർന്നുള്ള വീഡിയോസിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാം. അപ്പോൾ നമ്മളങ്ങനെ ദിമാപൂരിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് കടക്കാനുള്ള ഈ ഗേറ്റിൻ്റെ അവിടെ തന്നെ ഉണ്ട് ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ 2024 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പിറകു ഭാഗത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ടാക്സീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അവരോട് നമ്മൾ റേറ്റ് പറഞ്ഞിട്ട് അത് ഫിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പോകാവുന്നതാണ്. ഒന്നുകിൽ നമുക്കൊരു ടാക്സി മൊത്തത്തിൽ നമുക്ക് വാടകയ്ക്ക് എടുത്തിട്ട് അങ്ങനെ പോകാം. ആ ഒരു ടൈമിൽ നമുക്ക് റേറ്റ് വലുതായിട്ട് വരും. 1400 രൂപയിലൊക്കെ കൂടുതൽ വരും. പിന്നെ നമുക്കൊരു ഓപ്ഷൻ കിട്ടുന്നത് നമ്മളൊരു ടാക്സിയിൽ അവരോട് റേറ്റ് പറഞ്ഞ് ഫിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. അവർ ഒരു 4-5 ആൾക്കാരൊക്കെ ആകുമ്പോൾ, അതിൽ 5 ആൾക്കാരെ വരെയാണ് അവർ മാക്സിമം എടുക്കുക. ചിലർ 6 ആൾക്കാരെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ആകുമ്പോൾ അതിന് കണക്കായിട്ട് അവർ ആ ഒരു 1400 രൂപ എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്യും. ചിലർ ഒരാളുടെ കയ്യിൽ നിന്ന് 500 രൂപ വരെയൊക്കെ വാങ്ങുന്നുണ്ട്. ശരിക്കും ഇവിടെ 400 രൂപയാണ് ഇപ്പോഴും ഫിക്സ് ആയിട്ടുള്ള റേറ്റ്. 500 രൂപയൊക്കെയാണ് ഇവർ വാങ്ങുന്നത് ഒരാളുടെ കയ്യിൽ നിന്ന്. എത്ര പറഞ്ഞാലും അവരത് കുറച്ച് തരില്ല കേട്ടോ. അങ്ങനെ ഇവിടുന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മുകളിലോട്ട് ഒരു ഹിൽ ഏരിയയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ദിമാപൂരിൽ നിന്ന് കൊഹിമയിലേക്കുള്ള ഈ യാത്രയിൽ ഇവിടെ ഒരു ബോർഡ് കാണാം, വെൽക്കം ടു ദ ഹിൽ ഓഫ് നാഗാലാൻഡ് എന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോകുന്ന വഴികളുടെ ഇരുഭാഗത്തും വലിയ മലകളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ മുകളിൽ നിന്ന് പാറകളൊക്കെ പൊട്ടി താഴേക്ക് വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ റൂട്ടിലൂടെ പോകുമ്പോഴെന്താ മനസ്സിലേക്ക് വരുന്നത് എന്നറിയാം, നമ്മൾ കാർ റൈസ്, ബൈക്ക് റൈസ് പോലുള്ള ഗെയിംസൊക്കെ കളിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കളിക്കുമ്പോൾ നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കിട്ടില്ലേ, അതുപോലെയാണ് എനിക്കിതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. അങ്ങനെ നമ്മൾ പോയി മലയുടെ മുകളിൽ കൊഹിമയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ 3.5 മണിക്കൂർ നീണ്ടു നിന്ന യാത്രക്കൊടുവിൽ നമ്മൾ കൊഹിമയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴും തന്നെ വളരെ മനോഹരമായിട്ടുള്ള നാഗാലാൻഡ് ടൗണിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള കാഴ്ചകൾക്ക് വേണ്ടി കാത്തിരിക്കുക.